അപ്പോൾ ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളിന്ന് നമ്മുടെ ആൽബിനും ഫെവിനും ഒക്കെ ഇന്നോട് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മിസ്സാകലാണുള്ളത്. ഞങ്ങളിന്ന് ആൽബിൻ്റെ വേണ്ടി ഒരു ട്രാൻസ്മിഷൻ ഫ്ലൂയിഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പോകും. അപ്പോൾ ഞങ്ങൾ ഈ വർക്ക്ഷോപ്പുകളൊക്കെ നോക്കിയപ്പോൾ അടുത്ത് ബ്രാംപ്ടണിലൊരു മലയാളി ചേട്ടൻ്റെ വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി സംഭവങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ നമ്മൾ പോയിട്ട് വണ്ടിയുടെ ഓരോ പണി ചെയ്യുന്ന കാര്യങ്ങളും കട എങ്ങനെയുണ്ടെന്നൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വഴി മാറ്റി വിട്ടതാണ്. ഇന്ന് ഇവിടുത്തെ അത്യാവശ്യം റോഡുകളെല്ലാം തന്നെ കൺസ്ട്രക്ഷൻ ആണ്. നമ്മളിപ്പോൾ ബ്രാംപ്ടണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ടാർ ചെയ്യേണ്ട ഒന്ന് എടുത്ത് പറയേണ്ട കാര്യമായിട്ട് അവർ അത്രയും ഭാഗത്ത് റോഡ് കട്ട് ചെയ്ത് അത് എടുത്ത് മാറ്റിയിട്ടാണ് അവിടെ ടാർ ചെയ്യണത്. നമ്മുടെ നാട്ടിലെ പോലെ പാച്ച് വർക്കും പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് റോഡ് പിന്നെ ഇങ്ങനെ കിടന്നോളും അല്ലടാ. അല്ല പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ പോലും ഇവരെ സമ്മതിച്ചു കൊടുക്കണ്ടേ. ഇപ്പം നമുക്കാണ് എന്താ നാട്ടിനെ കുറ്റം പറയാൻ നോക്കല്ലോ കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആകെ തന്നെ കുറച്ച് മഴയും വെയിലും മാത്രമല്ലേ ഉള്ളൂ. ഇവിടെയാണ് മഴയുണ്ട്, വെയിലുണ്ട്, മഞ്ഞുണ്ട്. ഇത്രയും -30-40 പോകും. സമ്മർ ആകുമ്പോൾ അത് പ്ലസ് പോകും. ഇത്രയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും ഈ റോഡുകൾ ഇങ്ങനെ നടക്കുന്നില്ല. അതവരെ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമല്ലേ അല്ലേ. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് കടയുടെ അടുത്തെത്തി. ഈ നേരെ കാണുന്ന വഴിയാണ് കടയിലേക്ക് പോകേണ്ടത്. ഈ കാണുന്ന ഈ ഒരു ഇടവഴി പോലത്തെ വഴി ചെല്ലുമ്പോൾ ഈ വഴി തീരുന്നിടത്താണ് ആ കട. നേരെ പോയിട്ട് നിനക്കറിയില്ല വഴി, നേരെ പോട്ടെ. ഈ കാണുന്ന ഇതാണ് ആ കടയുടെ ഫ്രണ്ട് ഭാഗം. നമ്മൾ കടയുടെ ബാക്കിലൂടെയാണ് പോകുന്നത്. ആ വഴി വന്നെങ്കിൽ എൻ്റെ ആവുന്ന സ്ഥലത്താണ് കട ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് കട. ഇപ്പം തണുപ്പായതുകൊണ്ട് ഷട്ടറൊക്കെ അടച്ചിട്ട് തണുപ്പാണ്ടായിരിക്കും. അതാണ് കടയുടെ പേര്, ഓൾ നേഷൻസ് ഓട്ടോ ടയേഴ്സ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ആൽബിൻ്റെ വണ്ടിയുടെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡും അതുപോലെ പിന്നെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ടയർ ഒന്ന് സ്വിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം 4 ടയറും മാറ്റി വിൻ്റർ ടയർ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. നമുക്കിനി കടക്കകത്ത് കയറി എൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പോസ്റ്റ് ആയിരിക്കുകയാണ്. അനുമാരുടെ 1000 മട്ടയിലൂടെ ഞാൻ പറഞ്ഞ എടാ വിളിക്കുക അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അപ്പോയിൻമെൻറ്റ് എടുത്തില്ല. ഇവിടെ വന്നപ്പോൾ നിറച്ച് വണ്ടി. അതുകൊണ്ടൊരു മിനിമം ഒരു 1 മണിക്കൂറിൽ എന്തായാലും പോസ്റ്റ് ആകും. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുക്കാതെ നമ്മൾ വന്നോണ്ടാട്ടോ. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമ്മൾ ഇവിടുത്തെ ചേട്ടൻ്റെ മോൻസി എന്നാണ് ചേട്ടൻ്റെ പേര്. പുള്ളി മലയാളി. അപ്പോൾ ഞങ്ങൾ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ചെയ്തു തരാം, പക്ഷേ വൈകുന്നേരം വരെ എന്നല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ റേറ്റ്സ് ചോദിച്ചപ്പം ഇവരുടെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് മാറ്റിയിട്ട് കുറേ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ഫ്ലഷ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എല്ലാം കൂടി $100 $100 പ്ലസ് ടാക്സ് ആണ് ഇവർ പറഞ്ഞത്. ചിലപ്പോൾ വേറെ വണ്ടിക്ക് ചിലപ്പോൾ വേറെ റേറ്റ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ പറയണ ഒരു സിവിക്കിൻ്റെ ഇതേതാ ഇയർ 2008 സിവിക്കിൻ്റെ ആണ് ഇപ്പോൾ ഈ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഫ്ലഷ് ചെയ്തിട്ട് മാറ്റുന്നതിന് ഇത്രയും റേറ്റ് പറഞ്ഞു. പിന്നെ അതുപോലെ ഞങ്ങൾ വിൻ്റർ ടയറും കൂടെ ഇതിനെ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഈ കാണാനാണ് നമ്മളിന്ന് സ്വിച്ച് ചെയ്യാൻ പോകുന്ന ടയർ. ഇപ്പോൾ നമുക്ക് ഓൾ സീസൺ ടയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റേണ്ട കാര്യമില്ല. പ്യൂമാർ ഇപ്പോൾ സമ്മർ ടയർ കിടക്കണോണ്ട് നമ്മൾ ഈ ടയർ ഇടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ പ്യൂമാരുടെ ഓൾ സീസൺ ആണെങ്കിൽ പോലും വണ്ടി തെന്നലുണ്ട്. എന്നാലും പിന്നെ ഇത് പ്യൂമാരുടെ ആദ്യത്തെ വിൻ്ററും കൂടെയാണ്. അപ്പോൾ ആദ്യത്തെ വിൻ്ററിൽ തന്നെ ഓൾ സീസൺ ഒന്നിട്ട് പരീക്ഷിക്കണ്ടല്ലോ, നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ. ഇപ്പോൾ വിൻ്റർ ടയർ ഉള്ളപ്പോൾ പിന്നെ അതുള്ളതാണല്ലോ നല്ലത്. അതുകൊണ്ട് അതും കൂടെ നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേറ്റ്സ് ചോദിച്ചില്ല എത്രയാണെന്ന്. അതുകൊണ്ട് കൂടി അധികം ഒന്നും ആവില്ലായിരിക്കും, വല്ല 10-20 ആവുള്ളായിരിക്കും ടയർ മാറ്റിയിടുന്നതിന്. അപ്പോൾ ആ 2 കാര്യമാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ കടയ്ക്കകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, ഞങ്ങൾ ചോദിച്ചില്ല. ആ ചേട്ടനോട് ചോദിച്ചിട്ട് അദ്ദേഹം സമ്മതിക്കുവാണെങ്കിൽ നമ്മൾ കടയ്ക്കകം കൂടെ ഷൂട്ട് ചെയ്ത് സംഭവം കാണിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ഒരു കടയിലെ വർക്കിൻ്റെയും കാര്യങ്ങളുടെയും ഒരു മൊത്തത്തിലൊരു റിവ്യൂവും കൂടെ നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ബാക്കി അപ്പോൾ കാണാം. അതുവരെ ഞങ്ങൾ പോസ്റ്റ്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. നമ്മൾ കടയ്ക്കകത്ത് നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ അധികം ഷൂട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നമ്മൾ ഈ അടുത്തേക്ക് പോകുമ്പോൾ ഈ കോവിഡൊക്കെ ഉള്ളതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ പോലും അടുത്തേക്ക് പോകുമ്പോൾ അവർക്കൊരു വർക്കേഴ്സിനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്ന പോലെ എനിക്ക് തോന്നി.
അപ്പം അങ്ങനെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ അടുത്തേക്ക് അധികം ഷൂട്ട് ചെയ്യണത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ ക്ലിപ്സ് പോലെ എടുത്തിട്ടുള്ളൂ. അധികം ഒരു ഫുൾ ടൈം അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ അതിൻ്റെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഫുൾ എന്തൊക്കെയാണ് ചെയ്തതെന്നെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ റൈഡ്സും എല്ലാം വീഡിയോയുടെ അവസാനം പറയാം. നമ്മൾ മറ്റേ ബേബിയുടെ വണ്ടിയുടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ കണ്ടാണ് ജോയലിനെ. ഇവനും അവനൊരു വണ്ടി വാങ്ങിയിട്ട് അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്ന അല്ലടാ. അതെ, പുള്ളിയുടെ വണ്ടിക്ക് ഇപ്പോൾ ചെറിയ 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇപ്പോൾ അവർ ഡ്രൈവ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവനോടും കൂടെ ചോദിക്കാം നമ്മുടെ ഇവൻ്റെ കടയിലെ ആ ഒരു അവരുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ, എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് വീഡിയോയുടെ അവസാനം അതെല്ലാം കാണിക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചേട്ടനോട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറയാം ചേട്ടൻ്റെ ഒരു മോൻസി എന്നാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെ എന്തൊക്കെ വർക്ക്സാണ് ചെയ്യണതെന്ന് പറയാമോ? ഇവിടെ വണ്ടി സംബന്ധമായ എല്ലാ വർക്കുകളും ചെയ്യും. ബ്രേക്ക്, ടയർ, സസ്പെൻഷൻ, സേഫ്റ്റി, എവറിത്തിങ് എല്ലാം ചെയ്യും അല്ലേ? ബോഡി വർക്ക് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കടയിലെ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ. അപ്പോൾ നമുക്കിനി ബാക്കി ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറയാം. ഇവിടെ ലേബർ ചാർജ് 1 മണിക്കൂർ 80 ആണ്. പിന്നെ ടയർ ചേഞ്ച് 30, വിതൗട്ട് ഡ്രംസ് ആണ് 60, പിന്നെ 17 up 80, പിന്നെ ഓയിൽ ചേഞ്ച് റെഗുലർ 35, സിന്തറ്റിക് 60, ഡയഗ്നോസിസ് എനിക്ക് തോന്നുന്നത് അവറാന്ന് തോന്നുന്നു 60, പിന്നെ ബ്രേക്ക് ചേഞ്ച് 200 ബ്രസ്റ്റ് പ്രൂഫിങ് 60 and 80 ഒക്കെയാണ് ഇവിടുത്തെ റേറ്റ്സും കാര്യങ്ങളും. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പണികളെല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ ആൽബിൻ്റെ വണ്ടിയുടെ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓയിൽ അത് ഫ്ലഷ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഇതിൻ്റെ അടി കുറച്ച് കരിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്ലഷ് ചെയ്തിട്ട് അതിൻ്റെ ഞങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്തു. അതുപോലെ വണ്ടിയുടെ ടയർ ഞങ്ങൾ സ്വാപ്പ് ചെയ്തു. വിൻ്റർ ടയർ അല്ല, സമ്മർ ടയർ ആയിരുന്നു കിടന്നത്, അത് ഞങ്ങൾ വിൻ്റർ ടയറിലേക്ക് സ്വാപ്പ് ചെയ്തു. ഇപ്പോൾ റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഫ്ലഷ് ചെയ്ത് മാറ്റുന്നതിന് ഇവൻ്റെ 2009 സിവിക്കാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയെന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. അതുപോലെ ടയറിന് 20 രൂപയാണ് വാങ്ങിയത്. ഇപ്പോൾ റേറ്റ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ബാക്കി പല കടകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്. ഞങ്ങൾ ബാരിയിൽ 1-2 സ്ഥലത്ത് ചോദിച്ചപ്പോൾ 150-200 ആയിരുന്നു ഫ്ലഷ് ചെയ്ത് ഈ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് മാറ്റുന്നതിന് അവർ ചോദിച്ചത്. അതുപോലെ ടയർ സ്വാപ്പ് 20-30 ഒക്കെയാണ് സാധാരണ എല്ലാവരും വാങ്ങുന്നത്. 20-30-40 ആ ഒരു റേഞ്ച് എല്ലാവരും വാങ്ങുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ പണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ കടകളെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ഒന്നും ഇല്ലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളിയുടെ കടയാണ്. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും കറക്റ്റായിട്ട് ചേട്ടനോട് ചോദിക്കാം. പുള്ളിയാളും കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറയാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ സെക്കൻഡ് വണ്ടി മേടിച്ചപ്പോഴാണെങ്കിൽ പോലും ഈ വണ്ടികൾക്ക് ഇപ്പോൾ അറിയാലോ, ഓരോ ആൾക്കാരും വണ്ടി വിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിട്ട് എന്തെങ്കിലും പണി തരാൻ വേണ്ടിയൊക്കെ വിൽക്കണമാരും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് ഈ ചേട്ടൻ്റെ കടയിൽ കൊണ്ട് കാണിച്ചാലും പുള്ളി കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറയാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്നീടും ഈ കടയിലേക്ക് തന്നെ തിരിച്ചു വന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പൊതുവേ അത്യാവശ്യം ചീപ്പാണ് കടകൾ. കടയിലെ വർക്ക്സും കാര്യങ്ങളൊക്കെ പ്രൈസ് വൈസ് ചീപ്പാണ്. എന്നാൽ നല്ല വൃത്തിയായിട്ട് ഒരു പണി ചെയ്യുന്നുമുണ്ട്. അതുപോലെ സമയത്തിന് ചെയ്തും തരും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കാതെ വന്നത്. എന്നിട്ട് പോലും അധികം താമസിച്ചില്ല. ഒരു 1 hour കൊണ്ട് തന്നെ ഞങ്ങളൊരു 30 മിനിറ്റില്ല 15 മിനിറ്റ് ഞങ്ങൾക്ക് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്ത് ഞങ്ങൾക്ക് വണ്ടി കിട്ടിയായിരുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. ഇനി നമുക്ക് ഇവൻ്റെ വണ്ടിയുടെ നമ്മൾ ചെയ്തായിരുന്നു. ഫെബിൻ്റെ വണ്ടിയുടെ ഇതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്മിഷനും നിന്റെ എന്തൊക്കെ ചെയ്യാറുണ്ട്? ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഫ്ലഷ് ചെയ്തിട്ട് മാറ്റി. പിന്നെ വാട്ടർ പമ്പ് അതിന്റെ ലീക്ക് ഉണ്ടായിരുന്നല്ലേ, കൂളന്റ് ഒക്കെ ലീക്ക് ഉണ്ടായിരുന്നു. അതിന്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ വേറെ ബാരിയിൽ ചോദിച്ചപ്പോഴത്തേക്കും $250-300 ഈ വാട്ടർ പമ്പും പിന്നെ ട്രാൻസ്മിഷൻ ഓയിൽ എന്നോട് ഫ്ലഷ് ചെയ്തിട്ട് മാറാൻ $250 പറഞ്ഞു. 250 വാട്ടർ പമ്പിന് ഞാൻ ചോദിച്ചില്ലായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് $100 ട്രാൻസ്മിഷൻ ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ വാട്ടർ പമ്പ് ഇവിടെ 230-40 ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഇത്ര വണ്ടി മാറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല വ്യത്യാസമുണ്ട്. പുള്ളി ആള് ജെന്യൂൻ ആണ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ മാറ്റി കഴിഞ്ഞപ്പോൾ ഇതുവരെ വണ്ടിക്ക്? പ്രശ്നമൊന്നും കുഴപ്പമില്ലായിരുന്നല്ലേ? പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ കാണിച്ച ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടെയാണ് ജോയൽ. അപ്പോൾ അവൻ്റെ ഒരു പുതിയൊരു വണ്ടിയായിട്ട് വന്നാണ്. അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെ എന്തായാലും എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു. അവനാണെങ്കിൽ ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. അന്ന് വാട്ടർ പമ്പ് അതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നല്ല ക്ലീൻ ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് അവർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജോയലിനോടും കൂടെ ചോദിക്കാം, അവൻ്റെ എക്സ്പീരിയൻസും കൂടെ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ അവനോടും കൂടെ ചോദിക്കാം. എടാ ജോയൽ, നിൻ്റെയും കൂടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ എങ്ങനെയായിരുന്നു എന്നുള്ളത്? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ചേട്ടൻ്റെ പേര് മോൻസി എന്നാണ്. അന്നേരം പുള്ളിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ പക്ക നീറ്റ് വർക്കാണ്. ഒരിക്കലും നമുക്കൊരു ആ വർക്ക് ചെയ്ത് കണ്ടിട്ട് നമ്മളാ വണ്ടി ഓടിച്ച് എല്ലാം അവസാനം വിലയിരുത്തി കഴിയുമ്പം ആ വർക്കിൻ്റെ അത് നമ്മൾ കൊടുത്ത കൂലിക്കുള്ള കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ട്. അപ്പോൾ നിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? നല്ലതാണല്ലേ കാര്യങ്ങളും വർക്കും എല്ലാം? നിൻ്റെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ചെയ്യുന്ന വർക്ക് നല്ല നീറ്റ് വർക്കാണ്, സമയത്ത് ചെയ്ത് കിട്ടും വണ്ടി. ബാക്കിയുള്ള കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളൊരു 2 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറഞ്ഞിരുന്നത്. അപ്പം ഇവിടെ മോൻസിയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് വിളിച്ചിട്ട് പറയുമോ ഇന്ന ആള് നമ്മൾ വണ്ടി കയറ്റി വിടും നമ്മളെ. അവിടെ കിടക്കുന്ന വണ്ടി, കാരണം നമ്മൾ പ്രത്യേകിച്ച് മലയാളികളായതുകൊണ്ട്, പുള്ളി മലയാളി ആയതുകൊണ്ട് അപ്പം നമുക്ക് ഒരു കുഴപ്പമില്ല, നല്ല അടി നീറ്റ് വർക്ക് എല്ലാം അടിപൊളി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നമുക്കുണ്ടായ എക്സ്പീരിയൻസ്, നമുക്കുണ്ടായ അനുഭവമൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം അത്യാവശ്യം ചീപ്പായിട്ട് തന്നെ എല്ലാ വർക്കും ചെയ്യാൻ പറ്റും. വലിയ അധികം താമസമോ പ്രശ്നമൊന്നും ഇല്ല തന്നെ ഉള്ള കാര്യം ഉള്ളതായിട്ട് പുള്ളി പറയും എല്ലാം ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇപ്പോൾ അധികം കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒരു മലയാളി കടയുണ്ടെന്നോ അല്ല ഒരു മലയാളി ചേട്ടൻ്റെ കടയുണ്ടെന്നോ അങ്ങനെ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരാളുടെ അടുത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തായാലും പുള്ളിയോ ആരും ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് പൈസ കാര്യങ്ങളൊന്നും തന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയുടെ കടയിൽ പോകാം, വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും പുള്ളിയുടെ ചേട്ടൻ്റെ പേര് മോൻസി എന്നാണ്. ചേട്ടൻ്റെ പേരും കടയുടെ നമ്പറും അഡ്രസ്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നമുക്കൊരു അടുത്ത ദിവസം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.